ഇന്നലെ നമ്മൾ മോർണിംഗ് ഷോയിൽ ഡോക്ടർ എസ് സന്തോഷ് കുമാറുമായിട്ടുള്ളൊരു അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു. ഗസയിൽ നരഹത്യ നടക്കുന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഈ ഗസ എന്ന് പറയുന്ന സ്ഥലത്ത്, ഗസയിലെ തന്നെ ആൽമവാസി എന്ന് പറയുന്ന സ്ഥലത്തെ നാസർ എന്ന ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ എസ് സന്തോഷ് കുമാർ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും ചരിത്രം എഴുതാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഡോക്ടർ സന്തോഷ് കുമാറിൻ്റെ ഈ ചെറിയ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തതിന് ശേഷം അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ നമ്മുടെ കേരളീയ സമൂഹം എങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയായിട്ട് അത് മാറി. വർഗീയമായ ചേരിതിരിവുകൾ ഈ കമൻറ്റുകളിലൊക്കെ പ്രകടമായിരുന്നു. ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ വർഗീയതയ്ക്കും ജാതിക്കും ദൈവത്തിനും അപ്പുറം ഈ തീതുപ്പുന്ന തോക്കിന് മുന്നിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറുടെ ചിത്രം തെളിഞ്ഞു വരുന്നത് പല പ്രേക്ഷകരും കണ്ടില്ലെന്നടിച്ചു. ഡോക്ടർ എസ് സന്തോഷ് കുമാർ വീണ്ടും ചേരുന്നു ഗസയിൽ നിന്നും തത്സമയം. ആൽമവാസിയിൽ നിന്നാണ് അദ്ദേഹം ചേരുന്നത്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഡോക്ടർ ചിലപ്പം യൂട്യൂബിൽ വന്ന കമൻറ്റുകളൊന്നും കണ്ടു കാണാൻ സാധ്യതയില്ല. എന്നാലും നമ്മുടെ സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറിപ്പോയി ഡോക്ടർ. മനുഷ്യത്വത്തിനും അപ്പുറം ജാതിയും മതവും ഒക്കെ തന്നെ കൊമ്പ് കോർക്കുന്ന ഒരു ആസുര കാലത്ത് നമ്മളൊക്കെ ജീവിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനത് കമന്റ് ഒന്നും കണ്ടിട്ടില്ല. എങ്കിലും അതിനകത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മളൊരു ബാധ്യതയാണ് ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ജനോസൈഡ് നടക്കുമ്പോൾ അതിന്റെ അവിടെ പോവുകയും അത് വിറ്റ്നസ് ചെയ്യുകയും അത് കാണുകയും അത് ബാക്കിയുള്ള ലോകത്തിന് മുമ്പിൽ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് സത്യസന്ധമായിട്ട് പറയുകയും ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ കടമ കൂടിയാണ്. ചികിത്സിക്കാൻ മാത്രമല്ല, മറിച്ച് ആ ചികിത്സയ്ക്ക് അകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാനായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പാഠത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. നമ്മള് ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു ജനോസൈഡ് അല്ലെങ്കിൽ ഒരു കൂട്ടക്കുരുതി ഇതൊക്കെ കാണുമ്പോൾ അത് സത്യസന്ധമായിട്ട് അത് എന്താണ് അവിടെ നടന്നെന്നുള്ളത് കാണുകയും അത് റെക്കോർഡ് ചെയ്യുകയും അത് ആവശ്യമെങ്കിൽ പിന്നെ കോടതിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും അതുപോലെ തന്നെ അത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യേണ്ടത് ഒരു എത്തിക്കലായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഡോക്ടർ അതുകൊണ്ട് കുഴപ്പമില്ല. ഡോക്ടർ പറയുന്നത് ഇതിൽ കമന്റ് ചെയ്ത 500,000 പേരെക്കാളും അതിൽ തന്നെ കുറേ ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി ഈ അഭിമുഖം കണ്ടിരുന്നു. ഞാൻ പറയുന്നത് ഒന്നൊന്നായി നെറികെട്ട കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതിനപ്പുറം അവിടെ മരിച്ചു വീഴുന്ന രോഗികളെ കാണുകയും അല്ലെങ്കിൽ പരിക്കേറ്റ രോഗികളെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന സമയം ഇതിനായി അപകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യം ഇത് മറ്റുള്ളവർ കൂടി അറിഞ്ഞിരിക്കണം എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്. ഒരു ചോദ്യം ഇതായിരുന്നു: ഡോക്ടർ എങ്ങനെയാണ് ഈ ആളുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് കടന്നു കയറിയത് എന്നായിരുന്നു ഒരു ഇഷ്ടൻ കമൻറ്റ് ചെയ്തത്. അതായത് എന്തോ ഡോക്ടർ സഞ്ചരിച്ചുകൂടാത്ത വഴിയിലൂടെ നടന്നു എന്നൊരു സംശയത്തിൽ നിന്നാണ് അയാളുടെ ആ സംശയം വന്നത്. ഡോക്ടർ എങ്ങനെയാണ് അവിടെ എത്തിയത്? ഞാനിത് ആദ്യത്തെ പ്രാവശ്യമല്ല ഗാസയിലേക്ക് വരുന്നത്. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഗാസയിലേക്ക് എത്തുന്നത്. ഈ ഗാസയിലെ യുദ്ധം 2023 ഒക്ടോബറിൽ തുടങ്ങുമ്പോൾ അവിടത്തേക്ക് ഈ പറയുന്ന ഈ എല്ലാ ഇതുപോലത്തെ പ്രദേശങ്ങളിലും പോകുവാനായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഡോക്ടർമാരുടെ പല ഓർഗനൈസേഷൻസും പല സംഘടനകളും ഡോക്ടർമാരൊക്കെ ഈ WHO കീഴിലുള്ള EMT, അതായത് എമർജൻസി മെഡിക്കൽ ടീം എന്ന് പറയുന്നൊരു ടീമുണ്ട്. അത് ലോകത്ത് പല സ്ഥലത്തുമുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ടീമാണ്. അങ്ങനെ ആ ടീമിന്റെ ഭാഗമായിട്ട് അവിടെ പോകാനായിട്ട് നമുക്ക് പ്രത്യേക പരിശീലനവും അതിനുവേണ്ടി ട്രെയിനിങ്ങും അതുപോലെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇതിനുവേണ്ടി പ്രത്യേക ബുക്ക്, ബ്ലൂ ബുക്ക്, റെഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പോകാൻ കഴിയുക. അല്ലാതെ സത്യസന്ധ ബാക്കി ഇപ്പൊ ഒരാൾക്ക് ഇന്നിപ്പോ തോന്നുകയാണ് ഇങ്ങോട്ട് പൊക്കളയാമെന്ന് തോന്നുകയാണെങ്കിൽ, ഗാസയിലേക്ക് വരാമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ കഴിയില്ല. ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ്, ഒരു വലിയൊരു ടീം, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ എമർജൻസി മെഡിക്കൽ ടീമിന്റെ ഭാഗമായി മാത്രമേ നമുക്ക് ഈ ഒരു ആക്സസ് വാസ്തവത്തിലുള്ളൂ. ഇപ്രാവശ്യം നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാനിൽ വന്നിട്ടാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ദുബായ് വഴി അമ്മാനിലേക്ക് എത്തി. അമ്മാനിൽ നിന്ന് കോൺവോയ് ആയിട്ട് ഇതുപോലെ ഒരു ടീമിന്റെ കോൺവോയ് അത് രാവിലെ പുറപ്പെടും. അത് അലംബി എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ ജോർഡാന്റെയും ഇസ്രായേലിന്റെയും
അതിർത്തിയിൽ വന്ന് നിൽക്കും. അവിടുന്ന് ചെക്ക് പോയിന്റുകൾ കടന്നിട്ട് അടുത്ത ഇസ്രയേലിന്റെ ബസ്സിലേക്ക് കയറണം. ഇസ്രയേലിന്റെ ബസ്സിൽ കയറിയിട്ട് അത് അവസാനം കരീം ഷാലോം എന്ന് പറയുന്ന ഈ ഇസ്രയേലും പലസ്തീന്റെയും ബോർഡറിലേക്ക് വീണ്ടും ബോർഡറിന്റെ ചെക്ക് പോയിന്റിലേക്ക് എത്തും. അവിടെ അടുത്ത ചെക്കിംഗ് കൊണ്ട് ഇങ്ങനെ ഒരു 4-5 ചെക്ക് പോയിന്റുകൾ കഴിഞ്ഞിട്ടാണ് ഡെയർ അൽബലയിലേക്ക് പോകുന്ന വഴിയിലേക്ക് നമ്മൾ എത്തുന്നത്. അവിടെയും അവസാനത്തെ ചെക്ക് പോയിന്റ് ഉണ്ട്. ആ ചെക്ക് പോയിന്റ് കഴിഞ്ഞാൽ നോമാൻസ് ലാൻഡ് ആണ്. ആരും താമസിക്കാത്ത നോമാൻസ് ലാൻഡ് മാത്രമാണ് ഉള്ളത്. ഈ ഓഡിയോയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് ഡോക്ടറെ വിളിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഗസയിൽ ഇസ്രയേലിൻ്റെ കരയാക്രമണം തുടരുകയാണ്. 83 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഗസയിൽ നിന്ന് വരികയാണ്. വടക്കൻ ഗസയിലാണ് ഏറ്റവും ജനസാന്ദ്രതയുള്ള ഷെയ്ഖ് റദ്വാൻ നഗരത്തിലേക്ക് ടാങ്കുകളും സൈനിക വാഹനങ്ങളും ഇരച്ചു കയറി. അക്ഷരാർത്ഥത്തിൽ ജനോസൈഡ് എന്ന് ഡോക്ടർ വിശേഷിപ്പിച്ച നരഹത്യയാണ് അവിടെ നടക്കുന്നത്. 10,000 കൊല്ലപ്പെടുന്നു. ആളുകൾക്ക് ഭക്ഷണമില്ല, കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു, സ്ത്രീകൾ പലായനം ചെയ്യുന്നു. 10,000 സ്വന്തം ജീവനും കയ്യിലെടുത്തുകൊണ്ട് ഓടിപ്പാഞ്ഞ് പലായനം ചെയ്യുന്ന ഒരു ഏറ്റവും നെറികെട്ട കാഴ്ച ഈ ആതുര കാലത്ത് ഒരു യുദ്ധമുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അപകടകരമായ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ വടക്കൻ ഗസയൊക്കെ ഈ ഗസ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ്. ആളുകൾ പലായനം ചെയ്യുന്നതിൻ്റെ കുട്ടികളൊക്കെ രക്ഷപ്പെടാൻ നടത്തുന്ന മരണത്തിൻ്റെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളുടെ കാഴ്ചകളാണ് പ്രിയപ്പെട്ടവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതൊക്കെ വളരെ അപൂർവമായ ദൃശ്യങ്ങളാണ്. ലോകത്ത് വലിയൊരു സമ്പന്നതയുടെ നടുവിൽ ജീവിച്ച് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പട്ടിണിക്ക് നടുവിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി കൂട്ടപലായനം ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയുടെ ദുരന്ത മുഖമാണ് ഗസയിൽ നിന്നും നമ്മൾ കാണുന്നത്. അൽമവാസിയിലെ നാസർ ആശുപത്രിയിലാണ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ പ്രവർത്തിക്കുന്നത്. ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ, ഈ ഡോക്ടർ എന്തിനാണ് അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് ജീവനും കയ്യിലെടുത്ത് രക്ഷപ്പെട്ടുകൂടെ എന്ന് ചോദിക്കുന്നു. നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്നും നമ്മളെക്കാളും ഈ ജീവനെക്കുറിച്ച് പരിഗണനയില്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടെന്നും തെളിയിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിങ്ങൾ പിന്നോട്ട് നടന്നാൽ മുംബൈയിൽ കോവിഡ് മൂലം ആളുകൾ മരിച്ചു വീഴുമ്പോൾ കേരളത്തിലെ 50 ഡോക്ടേഴ്സുമായി മുംബൈ നഗരത്തിലിറങ്ങാൻ ധൈര്യം കാണിച്ച ഡോക്ടറാണ് ഡോക്ടർ എസ് സന്തോഷ് കുമാർ. നമ്മൾ തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യേണ്ട ഒരു ഭിഷഗ്വരനാണ് ഡോക്ടർ സന്തോഷ് കുമാർ. ഡോക്ടർ സന്തോഷ് കുമാറിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഡോക്ടർ സന്തോഷ് കുമാർ, ഇപ്പോൾ ഞാൻ ഗസയെന്ന് പറയണോ ഗാസയെന്ന് പറയണോ എപ്പോഴും എനിക്ക് സംശയമാണ്. അത് താങ്കൾ എന്നെ കറക്റ്റ് ചെയ്യുക, അവിടുത്തെ ഉച്ചാരണം എന്താണെന്ന്. എന്താണ് ഇപ്പോഴും അവിടുത്തെ അവസ്ഥ? ഇപ്പോഴും കാര്യം തീതൂപ്പുന്ന തോക്കിന് മുന്നിൽ മനുഷ്യൻ മരിച്ചു വീണിട്ടും ലോക സംഘടനകൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. ഞാൻ ഗസ തന്നെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഗാസ എന്നും അല്ല പറയുന്നത്, ഗസ എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഇന്നലെ ഞാൻ പറഞ്ഞതിനെക്കാട്ടി വളരെ രൂക്ഷമായിട്ടാണ് ഇന്നലെ പകലും ഇന്നലെ രാത്രിയും ഇന്നും ഒക്കെ ഇവിടെ ഉള്ളത്. കാരണം പലായനം എന്ന് പറയാൻ പറ്റില്ല, ഫോഴ്സ്ഡ് എക്സ്പൽഷൻ എന്നാണ് അതിന്റെ വാക്കിന്റെ പേര്. അല്ലാതെ ആൾക്കാർ അവർക്ക് സ്വന്തമായി തീരുമാനിച്ചിട്ട് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുന്നവരല്ല. അവരുടെ വീടുകളിൽ നിന്നും ഇറക്കി വിടുന്ന ആൾക്കാരാണ് അവരൊക്കെ. കൂട്ടപലായനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗസ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് ഡെയർ അൽബലയിലേക്ക് വരാനായിട്ട് ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്. ഗസയുടെ ഈ നഗരത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വാഹനങ്ങളൊന്നുമില്ല. ഈ 25 കിലോമീറ്റർ മിക്കവാറും 20-25 കിലോമീറ്റർ പല രീതിയിലേക്ക് അവർക്ക് തരണം ചെയ്യേണ്ടി വരും. പലപ്പോഴും കഴുത പുറത്തുള്ള വണ്ടികളിലോ അല്ലെങ്കിൽ വലിയ ട്രക്കുകളോ മാത്രമേ കടന്നു പോകുള്ളൂ. ട്രക്കുകൾക്കാണെങ്കിൽ തീ പിടിച്ച വാടകയാണ്. ഒരു ട്രക്കിന് വേണ്ടി ട്രക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം $1000, ഏകദേശം $1,00,000 ട്രക്കിന് 30 കിലോമീറ്റർ വേണ്ടി മാത്രം ചിലവാകുന്നത്. അത് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് ആൾക്കാർ മിക്കവാറും എല്ലാവരും തന്നെ നടന്നാണ് പോകുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ വീട്ടിലുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് അവർ എടുക്കാൻ കഴിയുന്നത്. മുമ്പത്തെക്കാൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ അവർ വിചാരിച്ചിരുന്നു എന്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നാണ് അവർ വിചാരിച്ചത്. എല്ലാവരും തന്നെ ഏകദേശം 8, 9, 10 പ്രാവശ്യമൊക്കെ വീടുകൾ മാറി ടെന്റുകളിലാക്കി പല സ്ഥലത്തായിട്ട് മാറി താമസിച്ച ആൾക്കാരാണ്. ഇപ്പോൾ അവർ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അവസാനമായി ആ വീട് തിരിഞ്ഞു നോക്കിയിട്ട് ഇനി ഈ വീട്ടിലേക്ക് എനിക്ക് ഈ വീട് കാണാൻ കഴിയില്ല എന്നുള്ള ധാരണ തന്നെയാണ് അവർ പുറത്തു പോകുന്നത്. സ്വന്തം വീടും നാടും ഒക്കെ
ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാരുടെ വ്യഥ നമുക്ക് ഒരിക്കലും നമുക്ക് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. അവർക്ക് ഇനി എങ്ങോട്ടെന്നുള്ള ചോദ്യമാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഡേർ അൽബല മുതൽ ഇങ്ങേറ്റം ഈ അൽ മവാസി വരെയുള്ള സ്ഥലത്ത് ഇനി സൂചി കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണുള്ളത്. ടെന്റുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഓരോ ടെന്റിനകത്തും 15 മുതൽ 20 പേരൊക്കെയാണ് കഴിയുന്നത്. ആവശ്യത്തിന് കക്കൂസും ലാട്രിനും ഒന്നുമില്ല. വെള്ളം കിട്ടാത്തത് കൊണ്ടുണ്ടാവുന്ന അതിഭയങ്കരമായ വയറ്റിളക്ക രോഗങ്ങൾ, അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങൾ, ഇതെല്ലാം പടർന്നു പിടിക്കുകയാണ്. എല്ലാ ദിവസവും ഔട്ട് ബ്രേക്കാണ്. അതിന് പുറത്താണ് ഈ പറയുന്ന ആൾക്കാരുടെ ഇത്രയും കിലോമീറ്റർ താണ്ടി വരുന്ന ആൾക്കാർക്കെതിരെ വെടിവെക്കുമ്പോൾ അവരെ ഓടിച്ചിട്ട് വെടിവെക്കുന്ന പോലെ തന്നെയാണ്. കാരണം പല ഭാഗത്തേക്ക് മറ്റേ ഈ റോഡിലേക്ക് പോകാനായിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ വേറെ പല വഴികളിലൂടെയൊക്കെയാണ് ആൾക്കാർ നടന്നു പോകുന്നത്. അവിടെയെല്ലാം ബോംബ് വീഴുമ്പോൾ ആൾക്കാർ മരിച്ചു വീഴുന്നു. കെട്ടിടങ്ങൾക്കകത്തുള്ളവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരെ തിരിഞ്ഞു പോയി എടുത്തു കഴിഞ്ഞാൽ അവരുടെ പുറത്ത് വീണ്ടും അടുത്ത ബോംബ് വീഴുമെന്നുള്ളത് കൊണ്ട് തന്നെ കെട്ടിടങ്ങൾക്കകത്തേക്ക് കുടുങ്ങിപ്പോയവരോ ഇല്ലെങ്കിൽ വികലാംഗരായ ആൾക്കാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ തന്നെ അതിനകത്ത് കുടുങ്ങിപ്പോയിട്ടെങ്കിൽ അവരുടെ സ്ഥിതി എന്താകുമെന്ന് ആർക്കും തന്നെ ഒരു മനസ്സിലായി ഡോക്ടറെ. അവിടുത്തെ സ്ഥിതി വളരെ രൂക്ഷമായി തുടരുകയാണ്. നമ്മുടെ സാങ്കേതിക പ്രശ്നം ചെറിയ ശബ്ദത്തിൽ ചെറിയ പൊട്ടൽ മാറിയിട്ടില്ല. ഡോക്ടർ സന്തോഷ് കുമാറുമായി വീണ്ടും ബന്ധപ്പെടാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ നമുക്ക് പിന്നീട് സന്ധിക്കാം ഡോക്ടർ. എനിക്കറിയാം ഗസ പോലൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു വാർത്താവിനിമയ സംവിധാനമൊക്കെ താറുമാറായ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയെങ്കിലും കിട്ടുന്നല്ലോ എന്ന് സന്തോഷം. ഡോക്ടർ സന്തോഷ് കുമാർ, നമുക്ക് ഭയം ലേശവും ഇല്ലാത്ത ഒരു ഡോക്ടർ, നമുക്കൊക്കെ അഭിമാനമായി അദ്ദേഹം ഗസയിലെ തീതുപോകുന്ന തോക്കുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് രോഗികളെ പരിചരിക്കുന്നു. അദ്ദേഹം മാതൃഭൂമിയിലൊക്കെ എഴുതിയ ലേഖനമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ചോര പുരണ്ട ഒരു പ്രദേശത്ത് മുറിവേറ്റ് കിടക്കുന്ന ആൾക്കാരെ നടുവിൽ നിന്നുകൊണ്ട് രോഗികളെ പരിശോധിക്കേണ്ടി വരുന്ന ഡോക്ടറുടെ ചിത്രമാണ് ഡോക്ടർ സന്തോഷ് കുമാർ അവതരിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.